ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ രണ്ടോണത്തിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ടോണം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഓണപരിപാടി നല്ല തകർത്ത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോണതിൻ്റെ വഴിക്കാണ് അത് കണ്ടത്. പിന്നെ നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്കല്ല, കടൽ കാണാനാണ് കേട്ടോ. അപ്പോൾ വാവേനെ കടൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടു. അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അന്ന് നബിദിനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ രണ്ടോണം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ കടലിൻ്റെ അവിടേക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ. അമ്മാതിരി തിരക്കായിരുന്നു. അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കണത്. അങ്ങനെ ഞങ്ങൾ ആ പ്ലാൻ ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ നേരെ പിന്നെ പോയത് ഈ ഒരു ഫുഡ് ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, വോഫൽസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ വരുന്ന ഈ ഒരു വേഫൽ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭയങ്കര രസമായിട്ടാണ് കേട്ടോ അവർ ആംബിയൻസും കാര്യങ്ങളൊക്കെ അവിടുത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാവയ്ക്ക് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ അവിടെ ഇരുത്തിയിട്ട് അവൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കിട്ടുക, കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോഫൽസ് അല്ലാണ്ട് തന്നെ വേറെയും കുറേ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. വോഫൽസിൻ്റെ ബർഗർ, അങ്ങനെ ഫ്രൈസ്, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വോഫൽസ് മാത്രമാണ് കേട്ടോ ട്രൈ ചെയ്തത്. പിന്നെ വാവപ്പോൾ തന്നെ ഇരിക്കാറായെന്ന് കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി കുറച്ച് അധികം നേരം അവിടെ നിന്നിട്ട് കളിയും ചിരിക്കുകയാണെന്ന് വലിയ വാശിപ്പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ലോട്ടസ് ബിസ്കോഫിൻ്റെ വോഫിൽസ് ആണ് കേട്ടോ. സംഭവം കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല കൗതുകം തോന്നുമെങ്കിലും ഫസ്റ്റ് ബൈറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ആദ്യത്തെ കടി കടിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോൾ എന്തോ പിന്നെ എനിക്ക് ഇഷ്ടമായി. പിന്നെ എനിക്ക് നല്ല ടേസ്റ്റൊക്കെ തോന്നിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു അവക്കാഡോരെ ഷേക്കും ജിഷ്ണേട്ടൻ എന്തോ ഒരു കിക്കാറ്റ് ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷേക്കിനൊക്കെ വില കുറവായിരുന്നു പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. 90 രൂപയോ 80 രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വാവ പിടിച്ച് വലിക്കണോണ്ട് തന്നെ ജിഷ്ണേട്ടയ്ക്ക് പിന്നെ വാരിത്തരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ജിഷ്ണേട്ടന് ഈ ഒരു ഐറ്റം തീരെ ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ജിഷ്ണേട്ടൻ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഒരു ഐറ്റം മൂപ്പർക്ക് തീരെ പിടിച്ചില്ല. എന്നാലും കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അവക്കാഡോയുടെ ഷേക്കും പിന്നെ ഈ ഒരു കിക്കാറ്റ് ഷേക്കും ആയിരുന്നു കേട്ടോ. 70 രൂപയോ 90 രൂപയോ അങ്ങോട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്നല്ല അവക്കാഡോയൊക്കെ നല്ല ഫ്രഷും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്തോ ഒരു ചെറിയ കയ്പ്പുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ കിക്കാറ്റ് ഷേക്ക് ഒന്നിനും കൊള്ളാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആൾക്കും ആ സെയിം അവസ്ഥ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെയുള്ളത് ഈ ഒരു ചെരുപ്പ് കടയൊക്കെയാണ് കേട്ടോ. ജിഷ്ണുവിൻ്റെ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ആൾ ചെരുപ്പ് പൊട്ടി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ഒരുപാട് നമ്മുടെ ഈ ഗ്രൂമിനൊക്കെ പറ്റിയിട്ടുള്ള വെറൈറ്റി മോഡലുള്ള ചെപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ എന്തോ ഒരു തരം വെറൈറ്റി ഒക്കെ എനിക്ക് അവിടെ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ്. പക്ഷേ ജിഷ്ണുവിന് ഇഷ്ടപ്പെട്ടതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ബോയ്സിനൊന്നും മാത്രമല്ല കേട്ടോ, ഗേൾസിനും ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. എനിക്ക് എന്തോ ഒരു വെറൈറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചെരുപ്പ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സ്ഥിരം പോണൊരു ഷോപ്പുണ്ട് കേട്ടോ, ഗുരുവായൂർ ഫുഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ 3ാമത്തെ വട്ടം അങ്ങോട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഒരുവിധം കളക്ഷൻസും ഒരുവിധം കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ ചെരുപ്പായി ജിഷ്ണായിട്ട് ഇട്ട് നോക്കണ്. പിന്നെ ആൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, ആദ്യം എടുത്ത പോലത്തെ മോഡൽ വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ ചെരുപ്പുകൾ മാറി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ചെരുപ്പിന് തന്നെ 2000, 1000 ആ റേഞ്ചിലുള്ള ചെരുപ്പുകളും ഉണ്ട് കേട്ടോ. ഒരു നോർമൽ തൊട്ട് നല്ല ഹൈ റേഞ്ചിലുള്ള ചെരുപ്പുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പൈസയ്ക്ക് അനുസരിച്ച് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് താനും. അങ്ങനെ ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോരാണ്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കൂടി കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.